ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെഡ് ലൈൻ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഒരു ടെമ്പററി ബോട്ടത്തിന് അടുത്തെത്തി എന്നൊക്കെ നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. നമ്മൾ ചാർട്ട് നോക്കിയാൽ അതാണ് രണ്ടാമത്തെ കാര്യം. ടെമ്പററി ബോട്ടം സപ്പോസ് മാർക്കറ്റ് എത്തുവാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ, അതായത് ഹയർ ഹൈ ഹയർ ലോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. മൂന്നാമത്തെ കാര്യം, മാർക്കറ്റ് ടെമ്പററി ബോട്ടം ഒക്കെ തിരിച്ചു വരുന്ന ഒരു പ്രവണതയാണ് എങ്കിൽ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് ഏത് സെക്ടേഴ്സാണ്? അഗ്രസീവ് സെക്ടേഴ്സ് ആണോ ഡിഫെൻസീവ് സെക്ടേഴ്സ് ആണോ? ഈ ഡിഫെൻസീവ് സെക്ടേഴ്സ് ആണ് മാർക്കറ്റ് ലീഡ് ചെയ്യുന്നെങ്കിൽ അത് വരുന്ന മീനിങ് വളരെ എന്താ പറയണ്ടേ, ഒരു ഇറ്റ്സ് ആൻ ആവറേജ് ഉള്ളി. അല്ല, അഗ്രസീവ് സെക്ടേഴ്സ് കണക്കുള്ള ബാങ്കിങ് കണക്കുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കണക്കുള്ള അഗ്രസീവ് സെക്ടേഴ്സ് ആണ് മാർക്കറ്റ് ലീഡ് ചെയ്യുന്നെങ്കിൽ അത് വരുന്ന മീനിങ് എന്ന് വെച്ചാൽ വളരെ വളരെ സപ്പോർട്ടീവാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് നോക്കണം, മാർക്കറ്റ് സ്ട്രക്ചർ നോക്കണം, ടെമ്പററി ലോയിലേക്ക് മാർക്കറ്റ് എത്തിയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് അലൈൻ ചെയ്ത് മാത്രമേ നമ്മൾ നോക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിൽ ക്രിട്ടിക്കലാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ.